അള്ളാഹു അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. ഷിൻഖീത്തി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞേ കാണാം, ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കടുത്ത താക്കീത്, ഏറ്റവും വലിയ ഭയപ്പെടുത്തൽ, ഖുർആനിൽ അവതരിച്ച ഏറ്റവും ശക്തമായ താക്കീത് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നു എന്ന കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്ന അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു ബസീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം എന്നാലോചിച്ച് നോക്കൂ. നിങ്ങളുടെ അടുത്ത് ഒരു നാട്ടിലെ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ എല്ലാ ചലനങ്ങളെയും നിരീക്ഷിക്കാൻ വേണ്ടി ഒരാളെ ഒപ്പം തന്നെ നിശ്ചയിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജോലി, എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഒരാളെ നിശ്ചയിച്ചിട്ടുള്ളൂ, അയാളെ ഒരു പകരക്കാരനെ നിശ്ചയിച്ചിട്ടുള്ളൂ, എന്തായിരിക്കും നിന്റെ അവസ്ഥ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ബിമാ തഅമലൂന ബസീർ, ഇന്നല്ലാഹ ബസീർ ബിമാ തഅമലൂൻ. ഇങ്ങനെയൊക്കെ ആയത്തുകൾ കാണാം. വഅസ്റു ഖൗലകും ഔ ഇജ്ഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അല്ലാഹു അറിയുന്നവനാണ്. വഅസ്റു ഖൗലകും ഔ ഇജ്ഹറു ബിഹി, നിങ്ങൾ പതുക്കെ പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ, രണ്ടും അല്ലാഹുവിന് തുല്യമാണ്. യഅലമു ഖായിനതൽ അയുൻ വമാ തുഖ്ഫി സുദൂർ, അള്ളാഹു നിങ്ങളുടെ കണ്ണുകളുടെ കട്ടുനോട്ടം, മനുഷ്യനൊന്ന് ഒരു നിമിഷം നേരം കൊണ്ട് അവൻ പോലും ചിലപ്പോൾ അറിയാതെ ഒന്ന് നോക്കി തിരിച്ചെടുക്കുന്ന ആ കണ്ണോട്ടം, അത് അവൻ അറിയുന്നുണ്ട്. വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് അവൻ അറിയുന്നുണ്ട്. അവനവൻ തന്നെ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു കുഴിച്ചിട്ട് മൂടിയത് അള്ളാഹു അറിയുന്നുണ്ട്. യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന ദിവസം. അള്ളാഹുവിൻ്റെ അസ്മാഅുകളും സിഫാത്തുകളും പഠിക്കുന്നത് മൂന്നാമത്തെ അടിത്തറ ഇതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം. അതിൻ്റെ ആശയങ്ങൾ, അവയുടെ അർത്ഥം, അത് ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുക. ഇതാണ് അതുകൊണ്ട് ഇത് പഠിക്കുന്നതിന് പിന്നിലുള്ള പ്രധാന ഉദ്ദേശം. അസ്മാഉ സിഫാത്ത് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം, ദുനിയാവിൽ ജീവിതം നന്നാക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു, അസ്മാഉ സിഫാത്തിനോളം അവനെ സഹായിക്കുന്ന മറ്റൊരു വിജ്ഞാനവുമില്ല, വേറൊരു വിജ്ഞാനമില്ല. ശർഈയായ വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം ഇതാണ്.